എൻ്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ. ഫെബ്രുവരി 11, 1937. ഇന്ന് വെള്ളിയാഴ്ചയാണ്. വിശുദ്ധ കുർബാനയുടെ സമയത്ത് എൻ്റെ ശരീരത്തിലും കരങ്ങളിലും പാദങ്ങളിലും പാർശ്വഭാഗത്തും ഞാൻ വേദന അനുഭവിച്ചു. പാപികളുടെ പാപത്തിന് പരിഹാരം ചെയ്യുവാൻ ഈശോ ഇതുപോലെയുള്ള സഹനങ്ങൾ എനിക്ക് അയച്ചു തരുന്നു. വേദന വളരെ കുറച്ച് സമയത്തേക്ക് മാത്രമേ ഉള്ളുവെങ്കിലും അതിൻ്റെ തീവ്രത വളരെ കൂടുതലാണ്. 2 മിനിറ്റ് പൂർത്തിയാകുന്നതുവരെ ഞാൻ സഹിച്ചിട്ടില്ല. എന്നാൽ അതിൻ്റെ അടയാളങ്ങൾ വളരെ സ്പഷ്ടമായി ദീർഘസമയത്തേക്ക് നിലനിൽക്കും. ഇന്ന് ആത്മാവിൽ കടുത്ത ഏകാന്തത എനിക്ക് അനുഭവപ്പെടുന്നു. എനിക്ക് തന്നെ അതെന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. എല്ലാവരിൽ നിന്നും മറിഞ്ഞിരുന്ന് കരയുവാൻ മാത്രമാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. സ്നേഹത്താൽ പ്രണീതമായ മനുഷ്യഹൃദയത്തെ ആർക്കും മനസ്സിലാക്കുവാൻ സാധിക്കുകയില്ല. ആന്തരികമായി ഉപേക്ഷിക്കപ്പെട്ട അനുഭവത്തിലൂടെ അത് കടന്നു പോകുമ്പോൾ ആർക്കും അതിനെ ആശ്വസിപ്പിക്കാൻ സാധിക്കുകയില്ല. ഓ പാപാവസ്ഥയിൽ ജീവിക്കുന്നവരുടെ നിർഭാഗ്യരായ ആത്മാക്കളെ, നിങ്ങൾ എന്നിൽ നിന്ന് എൻ്റെ കർത്താവിനെ എടുത്തുകൊണ്ടുപോയി. എന്നാൽ അത് സാരമില്ല, തീർത്തും സാരമില്ല. ദൈവം എത്രയോ നല്ലവനാണെന്ന് നിങ്ങൾ അനുഭവിച്ചറിയുമല്ലോ. എൻ്റെ എല്ലാ ആത്മീയ ആശ്വാസങ്ങളും നിങ്ങൾക്ക് ഞാൻ നൽകിയിരിക്കുകയാണ്. അതിനാൽ ദുഃഖസാഗരം മുഴുവനും എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു കവിയട്ടെ. എനിക്കെന്നെ തന്നെ അംഗീകരിക്കാൻ സാധിക്കാത്ത നിമിഷങ്ങളും ഉണ്ടായിട്ടുണ്ട്. എൻ്റെ വ്യക്തിത്വത്തിൻ്റെ അഗാധ തലങ്ങളിൽ എൻ്റെ തന്നെ ബലഹീനതയും നികൃഷ്ടാവസ്ഥയും വളരെ സ്പഷ്ടമായി അനുഭവപ്പെട്ടു. ദൈവത്തിൻ്റെ അളവറ്റ കരുണയിൽ പരിപൂർണ ശരണം അർപ്പിച്ച മാത്രമേ ആ നിമിഷങ്ങളെ അഭിമുഖീകരിക്കുവാൻ സാധിച്ചിരുന്നുള്ളൂവെന്ന് ഞാൻ ഗ്രഹിച്ചിട്ടുണ്ട്. ക്ഷമ, പ്രാർത്ഥന, നിശബ്ദത ഇവ മൂന്നുമാണ് ആത്മാവിന് ബലം പകരുന്നത്. ഒരാൾ നിശബ്ദത പാലിക്കേണ്ട നിമിഷങ്ങളാണവ. അപ്പോൾ സൃഷ്ടികളോട് സംസാരിക്കുകയെന്നത് അനുചിതമാണ്. പിഞ്ചുകുഞ്ഞിനെ പോലെ ആത്മാവ് നിസ്സഹായത അനുഭവിക്കുന്നതിനാൽ ഒരാൾക്ക് തന്നിൽ തന്നെ സംതൃപ്തി അനുഭവപ്പെടാത്ത നിമിഷങ്ങളാണവ. ആത്മാവ് സർവശക്തിയോടും കൂടി ദൈവത്തെ മുറുകെ പിടിക്കുന്നു. ആ സമയങ്ങളിൽ വിശ്വാസത്താൽ മാത്രമാണ് ഞാൻ ജീവിക്കുന്നത്. ദൈവകൃപയാൽ ശക്തി പ്രാപിച്ചതായി അനുഭവപ്പെടുമ്പോൾ സഹോദരങ്ങളോട് ബന്ധപ്പെടാനും സംസാരിക്കാനും എനിക്ക് കൂടുതൽ ധൈര്യം ലഭിച്ചിരുന്നു. സായാഹ്നത്തിൽ കർത്താവ് എന്നോട് പറഞ്ഞു, എൻ്റെ കുഞ്ഞെ, എൻ്റെ ഹൃദയത്തിൽ വിശ്രമിക്കുക. എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ നീ കഠിനമായി അധ്വാനിച്ചതായി ഞാൻ കാണുന്നു. ദൈവിക ആനന്ദത്താൽ എൻ്റെ ആത്മാവ് നിറഞ്ഞു കവിഞ്ഞു. ഫെബ്രുവരി 12, 1937. ഇന്ന് ദൈവിക സാന്നിധ്യം എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് സൂര്യകിരണം പോലെ ആഴ്ന്നിറങ്ങി. എൻ്റെ ആത്മാവ് ദൈവത്തെ ഉത്കടമായി അഭിലഷിക്കുന്നു. അതിനാൽ അത് ദൈവത്തിൽ മയങ്ങിപ്പോകുന്നു. നിത്യസ്വർഗീയ സ്നേഹം ഹൃദയത്തെ സ്പർശിക്കുന്നതായി എനിക്ക് അനുഭവപ്പെടുന്നു. എൻ്റെ നിസ്സാരതയ്ക്ക് ഇത് വഹിക്കുവാൻ സാധിക്കാതെ ഞാൻ ബോധരഹിതയാകുന്നു. എങ്കിലും എൻ്റെ ആത്മീയ ശക്തികൾ വളരെ ഉന്നതമാണ്. ആത്മാവ് തന്നിലുള്ള സ്നേഹത്തെ അതിനെ സ്നേഹിക്കുന്ന സ്നേഹവുമായി ഒന്ന് ചേർക്കുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ള സമയങ്ങളിൽ ആത്മാവ് വളരെ ആഴത്തിൽ ദൈവീക ജ്ഞാനത്താൽ നിറയുന്നു. ദൈവത്തെ കൂടുതൽ കൂടുതൽ അറിയും തോറും ആത്മാവിലുള്ള ദൈവസ്നേഹം കൂടുതൽ പരിശുദ്ധവും തീവ്രവുമായി തീരുന്നു. ദൈവവും ആത്മാവും തമ്മിലുള്ള രഹസ്യാത്മകതയുടെ ആഴം ആർക്ക് ഗ്രഹിക്കാനാകും? അനന്തപ്രതാപവാനായ ദൈവം തൻ്റെ ഉന്നത മഹത്വത്തിൽ നിന്ന് ഈ എളിയ ആത്മാവിൻ്റെ തലങ്ങളിലേക്ക് തന്നെ താഴ്ത്തി താണിറങ്ങി വരുന്നതിൻ്റെ ആശ്ചര്യത്തിൽ മണിക്കൂറുകൾ തന്നെ എൻ്റെ ആത്മാവ് ആമഗ്നമാകാറുണ്ട്. അത്യുന്നതനായ ദൈവം എന്നിൽ സംപ്രീതനാണെന്ന് അവിടുന്ന് തന്നെ എന്നോട് അരുളി ചെയ്യുന്നു. അതിലുള്ള അത്ഭുത പാരവശ്യത്താൽ എൻ്റെ ഉള്ളം നിറഞ്ഞിരിക്കുന്നു. എൻ്റെ നിസ്സാരതയെക്കുറിച്ച് ആഴമായ അവബോധം എന്നിലുണ്ട്. എന്തെന്നാൽ ഞാൻ എന്നിൽ തന്നെ എന്താണെന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ പറയുന്നു, എൻ്റെ ഓരോ ഹൃദയസ്പന്ദനത്തിലും ഓരോ നാഡിയിടിപ്പിലും ഭോഷത്വം വരെ എൻ്റെ സൃഷ്ടാവിനെ ഞാൻ തിരിച്ചു സ്നേഹിക്കുന്നു. എൻ്റെ ആത്മാവ് ബോധരഹിതയായി അങ്ങിൽ മുങ്ങി താഴുന്നു. ഒന്നിനും ഇനിമേൽ എൻ്റെ നാഥനിൽ നിന്ന് എന്നെ അകറ്റുവാൻ സാധ്യമല്ല. സ്വർഗത്തിനോ ഭൂമിക്കോ വർത്തമാനകാലത്തിനോ ഭാവി കാലത്തിനോ യാതൊന്നിനും സാധ്യമല്ല. എല്ലാം മാറിപ്പോകാം. എന്നാൽ സ്നേഹം ഒരിക്കലും മാറുകയില്ല. അത് നിത്യം നിലനിൽക്കുന്നു. നിത്യമഹോന്നതനായ ദൈവത്തെ വളരെ പ്രത്യേകമായ വിധത്തിൽ ഞാൻ സ്നേഹിക്കുമെന്നും
അവിടുന്ന് ആഗ്രഹിക്കുന്ന വിധത്തിൽ സ്നേഹിക്കുവാൻ എൻ്റെ ആത്മാവിനെ അവിടുന്ന് തന്നെ പ്രാപ്തയാക്കുമെന്നുമുള്ള തിരുഹിതം അവിടുന്ന് എനിക്ക് വെളിപ്പെടുത്തി തന്നു. അങ്ങനെ ഞാൻ കൂടുതലായി അവനിൽ മറയുകയാണ്. അതിനാൽ ഞാൻ ഒന്നിനെയും ഭയപ്പെടുന്നില്ല. സ്നേഹം എൻ്റെ ഹൃദയം മുഴുവനും സ്വന്തമാക്കിയിരിക്കുകയാണ്. ദൈവിക നീതിയും ഏറ്റവും പരിശുദ്ധരായ ദൂതർ പോലും അവിടുത്തെ സന്നിധിയിൽ വിറകൊണ്ട് മുഖം മറച്ച് കുമ്പിട്ട് ആരാധിച്ചുകൊണ്ട് പരിശുദ്ധൻ എന്ന് അനവരതം പാടി സ്തുതിക്കുന്നു എന്ന വസ്തുതയുടെ വെളിച്ചത്തിൽ ദൈവവും ഞാനും തമ്മിലുള്ള ആത്മബന്ധം ദൈവത്തിൻ്റെ മഹിമയെയും പ്രതാപത്തെയും കുറയ്ക്കുകയല്ലേ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഞാൻ മറുപടി പറയും, ഓ അല്ല, അല്ല, ഒരിക്കലുമല്ല. നിർമ്മലമായ സ്നേഹത്തിൽ എല്ലാറ്റിനും ഇടമുണ്ട്. ഉന്നതമായ സ്തുതിപ്പിലും ആഴമായ ആരാധനയിലും ആത്മാവ് സ്നേഹം വഴിയായി വലിയ സമാധാനത്തിൽ അവിടുത്തോട് ഐക്യപ്പെടുന്നു. പുറമേ നിന്ന് മറ്റുള്ളവർ പറയുന്ന വാക്കുകൾക്ക് ആ ആത്മാവിൽ യാതൊരു സ്വാധീനവുമില്ല. ദൈവത്തെക്കുറിച്ച് അവർ പറയുന്നത് സ്വന്തം അനുഭവമായി താരതമ്യം ചെയ്യുമ്പോൾ മങ്ങിയ ഒരു നിഴൽ മാത്രമായി ആത്മാവിന് അനുഭവപ്പെടുന്നു. ആരെങ്കിലും ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ അവർ അത്ഭുതപ്പെടുന്നത് കണ്ട് ഈ ആത്മാവ് വിസ്മയിക്കുന്നു. കാരണം വാക്കുകൾ കൊണ്ട് വിവരിക്കുവാൻ സാധിക്കുന്നത് വളരെ തുച്ഛമാണെന്ന് ഈ ആത്മാവിനറിയാം. അതിനാൽ എല്ലാം ആദരവോടെ ഈ ആത്മാവ് ശ്രവിക്കുന്നു. എന്നാൽ അതിന് ദൈവത്തോടൊത്ത് അതിൻ്റേതായ ഒരു പ്രത്യേക ജീവിതമുണ്ട്. ഫെബ്രുവരി 13. ഇന്ന് പീഡാനുഭവ ശുശ്രൂഷയുടെ സമയത്ത് ചമ്മട്ടിയടിയാൽ മുറിവേൽക്കപ്പെട്ട് മുൾക്കിരീടമണിഞ്ഞ് കയ്യിലൊരു ഞാങ്ങണയും പിടിച്ച് വിവശനായി നിൽക്കുന്ന ഈശോയെ ഞാൻ ദർശിച്ചു. ഈശോ നിശബ്ദനായിരുന്നു. എന്നാൽ പട്ടാളക്കാർ ഉച്ചത്തിൽ അവിടുത്തെ നിന്ദിച്ചുകൊണ്ട് പീഡിപ്പിക്കുന്നതിൽ പരസ്പരം മത്സരിക്കുന്നുണ്ടായിരുന്നു. ഈശോ ഒന്നും പറയാതെ എന്നെ നോക്കുക മാത്രം ചെയ്തു. ആ ഒരു നോട്ടത്താൽ അവിടുത്തെ വേദനയുടെ തീവ്രത എനിക്ക് മനസ്സിലായി. കുരിശിൽ തറയ്ക്കപ്പെടുന്നതിന് മുമ്പ് ഈശോ നമുക്ക് വേണ്ടി സഹിച്ച പീഡകളെക്കുറിച്ച് നേരിയ ഒരറിവ് പോലും നമുക്കില്ല. ആത്മാവിൽ വലിയൊരു വേദന എനിക്ക് അനുഭവപ്പെട്ടു. ഒപ്പം പാപത്തോട് കഠിനമായ വെറുപ്പും എന്നിലുണ്ടായി. എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ തീരെ ചെറിയ അവിശ്വസ്തത പോലും പ്രായശ്ചിത്തവും പരിത്യാഗവും വഴി പരിഹാരം ചെയ്യേണ്ട വലിയ മല പോലെയുള്ള പാപങ്ങളായി എനിക്ക് അനുഭവപ്പെട്ടു. പീഡിതനായ ഈശോയെ ദർശിക്കുമ്പോൾ എൻ്റെ ഹൃദയം നുറുങ്ങിപ്പോകുന്നു. ഈശോയുടെ പീഡാസഹനങ്ങളിൽ നിന്ന് രക്ഷ സ്വീകരിക്കാത്ത പാപികളുടെ അവസ്ഥ എന്തായിത്തീരും? അവിടുത്തെ സഹനത്തിൽ ഒരു വലിയ കരുണക്കടൽ തന്നെ ഞാൻ ദർശിക്കുന്നു. ഫെബ്രുവരി 12, 1937. ദൈവസ്നേഹം പുഷ്പമാണ്, കരുണ അതിൻ്റെ ഫലവും. സംശയിക്കുന്ന ആത്മാക്കൾ ദൈവകരുണയെക്കുറിച്ചുള്ള ഈ വിശേഷണങ്ങൾ വായിച്ച് ദൈവകരുണയിൽ ശരണപ്പെടുക.